നമസ്കാരം. ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലേഡീസ് അവറിൽ ആദ്യം സ്മാർട്ട് ലേഡി. ഇന്നത്തെ സ്മാർട്ട് ലേഡിയായി നമ്മോടൊപ്പം ഉള്ളത് ഒരു എഴുത്തുകാരിയാണ്, അതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, ശ്രീമതി കുസുമം ആർ പുന്നപ്ര. സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ സ്മാർട്ട് ലേഡി എപ്പിസോഡിലേക്ക് സ്വാഗതം. മാം ഒരു എഴുത്തുകാരിയാണ്. പലർക്കും പേര് കൊണ്ട് പരിചിതമായിരിക്കണം. പല പത്രങ്ങളിലും പല ലേഖനങ്ങളും ചെറുകഥകളും ഒക്കെ എഴുതുന്നുണ്ട്, പിന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി എടുത്തു പറയേണ്ടത് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മാം പ്രവർത്തിക്കുന്നത്. ഇങ്ങനൊരു ഇൻട്രസ്റ്റ്, അതായത് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നാനുണ്ടായൊരു കാരണം? ശരിക്കും പറഞ്ഞാൽ അത് ജനറ്റിക്കാന്ന് പറയാം. കാരണം എൻ്റെ ഇപ്പം കണ്ടല്ലോ 96 വയസ്സുള്ള അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അമ്മയിൽ നിന്നാണ് എനിക്ക് സാമൂഹ്യ പ്രവർത്തനം കിട്ടിയത്. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെ തോളിലെടുത്തോണ്ടാണ് അമ്മ മുക്കുവ കുടിലുകൾ തോറും അവരെ ഉദ്ധരിക്കാനായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ പുന്നപ്രയില് വെച്ചാൽ അതൊരു തീരദേശ ഗ്രാമമാണ്. അപ്പൊ അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അപ്പോഴത്തന്നെ ശരിക്കും പറഞ്ഞാൽ ജനറ്റിക് ആയിരിക്കും. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വനിതാ സമാജമുണ്ട്. അപ്പം ഇപ്പോൾ മറ്റേ ശ്രീകണ്ഠൻ നായർ, തിരിച്ചുപോയ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിന്റെ RSPയുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അമ്മ, എല്ലാവരും അവരായിരുന്നു ആ വനിതാ സമാജം കണ്ടക്ട് ചെയ്തത്. അപ്പം ഞങ്ങള് കുറച്ച് യങ് തലമുറയിലേക്ക് അത് കൈമാറിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലായിരുന്നു. പിന്നെ അവിടെ വിട്ടു, പുന്നപ്ര എന്ന് പറഞ്ഞ ഗ്രാമം വിട്ടു, ഇവിടെ വന്നപ്പോൾ എന്നെ ഈ റെസിഡന്റ് അസോസിയേഷനിലെ വനിതാ ഇതിലേക്ക് കമ്മിറ്റിയിലേക്ക് വിളിച്ചിട്ടു. പക്ഷെ അതിൽ നിന്ന് ഞാൻ പിന്മാറിയത് ശരിക്കും പൊളിറ്റിക്സ് കയറി വന്നു. പൊളിറ്റിക്സിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഈ അവശത അനുഭവിക്കുന്ന, സഹനം സഹിച്ച് ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാൻ താല്പര്യം. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ ഈ പേപ്പറിലൊക്കെ വരുമല്ലോ, കിഡ്നി ഫെയിലറായി, ഇല്ലെങ്കിൽ ആരും ഇല്ലാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഈ എഴുത്തുകാരി നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ എഴുത്തുകാരി ആയതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ വന്ന് പിന്നെ ഒരു 10-20 വയസ്സായപ്പോൾ ഒരു കഥയൊക്കെ എഴുതി, കവിതയൊക്കെ എഴുതി അങ്ങ് നിർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ജോലിയായി, കുടുംബമായി. എവിടെയായിരുന്നു മാം ജോലി ചെയ്തിരുന്നത്? ജോലി കെൽട്രോണിന്റെ കരകുളം യൂണിറ്റിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കമ്പനിയാണ്. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ കുഞ്ഞുങ്ങളായി, ഭർത്താവായി, പിന്നെ കുഞ്ഞുങ്ങളായി, അങ്ങനെ ആ ഒരു ലൈഫിലേക്ക് തിരിഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംപ്ലോയീസ് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അപ്പം പുള്ളി അന്നേരം അതിലേക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യം കുറവൊന്നുമില്ല. കാരണം അത് ഒരു തരത്തിലൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അപ്പം അങ്ങനെ വന്ന് എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു, അവരെല്ലാം വലുതായി. ഒരാൾക്ക് IT ഫീൽഡിൽ കിട്ടി, ഒരാൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ എഴുത്ത് ഞാൻ അത് കഴിഞ്ഞ് ഒരു 50 വയസ്സിന് മേളിലായപ്പോൾ എഴുത്ത് പുനരാരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ 10 വർഷമൊന്നും എടുത്തില്ല എൻ്റെ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ വന്നു, ഒരു എഴുത്തുകാരി എന്നുള്ള ലേവൽ കിട്ടാനായിട്ട്. അപ്പോൾ പിന്നീട് എനിക്ക് സാമൂഹ്യ പ്രവർത്തനം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പം പിന്നെ ആൾക്കാർ ഇപ്പോൾ ഈ കഥകളിൽ കൂടെയൊക്കെ ചിലരുടെയിലൊക്കെ എൻ്റെ നമ്പറുണ്ട്. വിളിക്കുമ്പം ഞാൻ ഓടിച്ചെന്നിട്ട് അവരുടെ ചിലപ്പോൾ ചിലർ പറയുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ല, കാർഡ് APL ആയിപ്പോയി, BPL ആയിരുന്ന കാരുണ്യയുടെ ഇത് കിട്ടിയാണ്. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇവർക്ക് എങ്ങനെയെങ്കിലും BPL കാർഡ് സംഘടിപ്പിക്കാനാണ്, മനസ്സിലായി. അങ്ങനെ BPL കാർഡ് സംഘടിപ്പിച്ച്
അവർക്ക് വേണ്ട ഗവൺമെന്റിന്റെ എന്തെങ്കിലും കിട്ടാണ്ട് അത് കൊടുക്കും. പിന്നെ എനിക്ക് അറിയാവുന്ന വലിയ പണക്കാരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തൊന്ന് പറഞ്ഞ് കുറച്ച് പൈസ ഇവർക്ക് മേടിച്ചു കൊടുക്കും. അപ്പൊ ആ ലെവലിൽ അങ്ങനെ ഇത് ഒരു അണ്ടർഗ്രൗണ്ട് വർക്കായിട്ട് പോകും. പിന്നീടാണ് ഈ മലയാളി ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ സംഘടനയിൽ ഞാൻ സജീവമായിട്ടുള്ള പ്രവർത്തകയായി. അപ്പം അങ്ങനെ അപ്പൊ ഒരാൾക്ക് ഒരു 5 പേർക്ക് വരെ പിന്നെ 1000 രൂപ ഇത് അനുവദിപ്പിച്ചു കൊടുക്കാൻ പറ്റും മാസം. അപ്പൊ എൻ്റെ ഗ്രാമത്തില് ശരിക്കും പറഞ്ഞാൽ സിറ്റിയെക്കായാലും ഗ്രാമത്തിലുള്ളവരാണ് കൂടുതലും കഷ്ടപ്പെടുന്നത്. കാരണം ഈ സിറ്റിയിലെന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കെങ്കിലും ആൾക്കാർ വിളിക്കും, ഗ്രാമത്തിൽ അതിനുള്ള ഒരു സൗകര്യം പോയില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇവിടെ ഞാൻ 1-2 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ 3-4 പേരുണ്ട്, കൊടുക്കാമോ? ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ ഒരുപാട് സ്ട്രെയിനാണ്. കാരണം അവിടെ ചെല്ലണം, അവരുടെ ഫോട്ടോ എടുക്കണം, ഇതെല്ലാം ഞാൻ തന്നെ എൻ്റെ മൊബൈലും ചെറിയ ക്യാമറയും കൊണ്ടാണ്. പിന്നെ അവരുടെ കാർഡ് BPL ആണോ നോക്കണം, BPL അല്ലെങ്കിൽ അത് BPL ആക്കണം, പിന്നെ പഞ്ചായത്തിലെ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ പിന്നെ ഇവർക്ക് ആരും ഇല്ല എന്നുള്ള അങ്ങനെ കുറേ ഫോർമാലിറ്റി ഉണ്ട്. ഇതെല്ലാം സ്കാൻ ചെയ്ത് ഈ അപ്ലോഡ് ചെയ്ത് അഹമ്മദാബാദാണ് ഇതിന്റെ സെന്റർ, അതിലേക്ക് ചെന്ന് അവരിൽ നിന്ന് ഒരാൾ കേരള കോർഡിനേറ്റർ ഉണ്ട്. അപ്പൊ പുള്ളി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇൻസ്പെക്ട് ചെയ്ത് ഇവർ എലിജിബിൾ ആണോ നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ 5 പേർക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ 8 പേർക്ക് വരെ കൊടുത്തു. അപ്പൊ അതിൽ 2 പേരിപ്പം മരിച്ചു. ഒരു കിഡ്നി ട്രബിൾ ഉള്ളവരും ഒന്നല്ലാതെ അവശതയായിട്ട് ഉള്ളവരും മരിച്ചു. അപ്പം ഇത് പോയി ഇൻസ്പെക്ട് ചെയ്യണം. ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ ഇൻസ്പെക്ട് ചെയ്യാൻ പോണേ ഇവരെ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രവർത്തനത്തിലൂടെ ഞാനിങ്ങനെ എൻ്റെ സാമൂഹിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് മോൾക്ക് IT ഫീൽഡ് ജോലി കിട്ടി. അപ്പോഴും എന്നും വന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പറയുക, അമ്മയുടെയും കമ്പനിയാണ്, എൻ്റെതും കമ്പനിയാണ്, പക്ഷെ ഞങ്ങൾക്കുള്ള ഫെസിലിറ്റി അല്ലല്ലോ അമ്മയ്ക്ക് കിട്ടുന്നത്. എനിക്ക് കറക്റ്റ് 8:30 പഞ്ച് ചെയ്യാം, 5 മണിക്ക് ബസ് പിന്നെ തിരിച്ചു വരാം, 8 മണിക്ക് ഇവിടുന്ന് പോകാം, പിന്നെ 8:30 പഞ്ച് ചെയ്യാം, 5 മണിക്ക് തിരിച്ചെന്റെ വീട്ടിലെത്താം, 4 വരെ. അത് കമ്പനി ആയിട്ട് ഇവർക്ക് അതേ കമ്പനി ആയിട്ട് തന്നെയാണ്, മനസ്സിലായി. പക്ഷെ എന്നിട്ട് അവർക്ക് ആ ആക്ട് അനുസരിച്ചുള്ള നിയമങ്ങളൊന്നുമല്ല അവിടെ ബാധകമല്ല. അപ്പോഴേ എനിക്ക് തന്നെ സംശയം വന്നു, ഇവര് സ്പെഷ്യൽ സോണിൽപ്പെട്ടവരാണെന്നുള്ള ഒരു ഇത്. കാരണം IT കമ്പനിയെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെയല്ലേ പറയുന്നത്. അപ്പോഴ് ഞാനിതൊന്ന് ഇങ്ങനെ മനസ്സിൽ കുറിച്ച്, അപ്പം മോള് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടാണ്, അതുകൊണ്ട് ഞാൻ ഫർദർ സ്റ്റഡീസിന് പോവുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മളെ പോലെയുള്ള ഒരു സ്ഥലത്ത് വെളിയിലോട്ട് പഠിക്കാൻ പെൺകുട്ടികളെ വിടുമ്പം ഇച്ചിരി പക്ഷെ ഞാനും ഹസ്ബൻഡും അതിന് ബില്ലിങ് ആയിരുന്നു. ഈ ജോലി നമുക്ക് മനസ്സിലായി ഇത് പറ്റത്തില്ല എന്നുള്ളത്. കാരണം രാത്രി 10 മണിക്ക് വരിക, രാവിലെ 8 മണിക്ക് പോവുക, ചിലപ്പോൾ ത്രൂ ഔട്ട് രാത്രി ക്ലയന്റ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കൂടെ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി. അങ്ങനെ അവള് GMAT എഴുതി, ഗ്ലോബൽ മാനേജ്മെന്റ് ടെസ്റ്റ് എഴുതി, നല്ല റാങ്ക് ഉണ്ടായിരുന്നു, ലാങ്കസ്റ്ററിൽ പോയി. അവള് ഇതൊക്കെ 2008-9 കാലഘട്ടത്തിലാണ്. സ്റ്റഡി ചെയ്ത് MBA അവിടെ എടുത്തു, അവിടെ ജോലിയായി. അപ്പം അത് നല്ല രസമാണ്. ആദ്യം കിട്ടിയത് അസഞ്ചർ കമ്പനിയാണ്. അസഞ്ചർ കമ്പനി ഇവിടെയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അവിടെ എങ്ങനെ? അവിടെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് 6 മണിയാകുമ്പോൾ വീട്ടിൽ വരാം, എനിക്ക് 9 അവിടുത്തെ 8 അവർ അതേ ഉള്ളൂ. അപ്പം അസഞ്ചർ കമ്പനി ഇന്ത്യയിൽ ഇങ്ങനെ കാണിക്കാം, അവിടെ ഈ നിയമം. അപ്പം അതൊരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ഞാൻ ചോദിക്കും, അപ്പം മെറ്റേണിറ്റി ലീവ് ഒക്കെ അത് 1 വർഷമുണ്ട്, മനസ്സിലായോ? UK 1 വർഷം, ഇവിടെ 84 ദിവസം. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് ഇതപ്പം അങ്ങനെ 2012 ആകാൻ ഞാൻ കാത്തിരുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഇറങ്ങിച്ചാടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് വിവരം അറിയും. കാരണം ഞാൻ ഗവൺമെന്റ് ഇതില്ല. അപ്പം 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ചാണ് എനിക്ക് പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടിയത്. കാരണം ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിന്നെ കമ്പനിയാണ് കെൽട്രോൺ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഒട്ടുമുക്കാലും പേര് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനകത്ത് നല്ല 1-ാം തരം ഡേ കെയർ വന്നിരുന്നു, 3 ആയമാരുമായിട്ട്. അപ്പം കുറെ പെണ്ണുങ്ങളുണ്ട്, അവരെപ്പോഴും പ്രസവിച്ചുകൊണ്ടിരിക്കുമല്ലോ, കൂടുക എന്നാൽ 1 അല്ലെങ്കിൽ 2. അപ്പം ആ കുട്ടികളെ എല്ലാവരും അവിടാണ് വളർത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 8:30 കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സമയമാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ ഞങ്ങൾക്കൊരു ബ്രേക്ക് തരും കുഞ്ഞുങ്ങളെ കൊണ്ട്, അപ്പോഴും ബ്രസ്റ്റ് ഫീഡ് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കാണ് 3/4 മണിക്കൂർ. ഈ അമ്മമാർക്ക് ശകലം കൂടെ സമയം തരും കമ്പനി. അവർക്ക് കൊടുക്കണമെന്ന് അവരുടെ 1961 ആക്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്പനികളിലും 1961 ആക്ടാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും 3:30 ആകുമ്പോൾ വീണ്ടും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനായിട്ട് അവസരം തരും, ബ്രേക്ക് തരും.
പിന്നെ 4 മണിക്ക് ഞങ്ങൾ എല്ലാം റെഡിയാക്കി കുഞ്ഞിന് പാലും കൊടുത്തിട്ട് ഞങ്ങൾ കുഞ്ഞിന് തൊഴിലേറ്റി ഞങ്ങളുടെ സാധനങ്ങളായിട്ട് തിരിച്ചു വരും. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് പിന്നെ അവർക്ക് നല്ല കെയർ കൊടുക്കാൻ പറ്റി. 12 ഞാൻ റിട്ടയർഡായി. അപ്പം എൻ്റെ 2 പിള്ളേരും വളർന്നല്ലോ. 12 റിട്ടയർഡായി. ഞാൻ ആദ്യം ചെയ്തത് ഈ മ്യൂസിയത്തിൽ പോയി ചെന്ന് ഈ IT പിള്ളേരെ കണ്ട് സംസാരിക്കലായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും പറയുന്നത് പിന്നെ അത് ആൻറ്റി കുറച്ച് പേപ്പറൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തരും ഒപ്പിടാനായിട്ട്. എന്നിട്ട് ഇവരൊരു പ്രസംഗം അങ്ങ് പ്രസംഗിക്കും ഇങ്ങനെ വന്നിട്ട് കോളേജുകളിൽ. എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം ഇവരെല്ലാം മലയാളം മീഡിയത്തിൽ നിന്ന് പോകുന്നവരും കാണുമല്ലോ. അപ്പം ഇവർ ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പറെല്ലാം അവർക്ക് വല്ല അറിയത്തില്ല എന്തുവാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കമ്പനി ആയിട്ടാണ്, എനിക്ക് കിട്ടിയ കമ്പനി ആയിട്ടാണ്, നിങ്ങൾ സ്പെഷ്യൽ സോൺകാരായത് കാരണം നിങ്ങൾക്ക് ആ ആക്റ്റൊന്നും പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ കമ്പനിയുടെ എല്ലാ ആക്റ്റുകളും നിങ്ങൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് അവരുടെ അവകാശം എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് കിട്ടേണ്ടത് എന്താണെന്ന് അറിയത്തില്ല, അവരുടെ റൈറ്റ് എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇത് മറ്റേ മനോരമക്കാർ എഴുതിയിട്ട പോലെ ഒരു ബസ്സിൻ്റെ യാത്രയിലാണ് എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭാഷണം കേട്ടത്. അതായത് പ്രസവിച്ച് ചെന്ന ഒരു കുട്ടിക്ക് പ്രോജക്റ്റ് കൊടുക്കാതെ ഒരുപാട് പ്രോജക്റ്റുള്ള ഒരു കമ്പനി, ഇവിടുത്തെ ഒരു മെയിൻ കമ്പനിയാണ് ടെക്നോ പാർക്കിൽ. അവളെ ബെഞ്ചിലിരുത്തുക എന്ന് പറഞ്ഞ ഒരു ഓമന പേരിൽ അങ്ങോട്ട് മാറ്റിയിരുത്തി. എന്ന് പറഞ്ഞാൽ വർക്കില്ലാതിരുത്തുന്ന സ്ഥലമാണ് ബെഞ്ചിലിരുത്തുക. 2-3 മാസം കഴിഞ്ഞപ്പം പറഞ്ഞു അടുത്ത സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളെ. മനസ്സിലായി? അതെന്നേരം അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പം അവൾ കൂട്ടുകാരോട് ചോദിക്കുന്നു, പ്രസവിക്കുന്നത് ഇത്രയും വലിയ കുറ്റമാണോടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല ലെവലിൽ ഹയർ ബിടെക് ഇത് എടുത്ത ഒരു കുട്ടിക്കാണ് ഈ ഒരു ഗതി വന്നിരിക്കുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഇവരുടെ തൊഴിൽ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിയായിരുന്നു. അതെല്ലാം മനസ്സിലാക്കി ഞാൻ എടുത്തിട്ടത് 2 പോയിൻ്റാണ്. ഒന്ന്, ഇവർക്ക് 6 മാസത്തെ മെറ്റർനിറ്റി ലീവ് കൊടുക്കണം. ഒന്ന്, ഇവർക്ക് ഡേ കെയർ കൊടുക്കണം. ഇതിന് ഫൈറ്റായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഫൈറ്റായിരുന്നു. ഒറ്റയാൾ പട്ടാളെന്ന് പറഞ്ഞാണ് കൗമുദി പേപ്പറുമൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഈ കേരളത്തിലെ എല്ലാ പേപ്പറുകളും പത്രമാധ്യമങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ്. കാരണം എല്ലാവരും അറിഞ്ഞറിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടാണ് അതിൻ്റെ ഒരു ബൈറ്റ് തരണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെയ്തത് ഹ്യൂമൻ റൈറ്റ്സിലേക്ക് ഇത് മൂവ് ചെയ്തു. മനുഷ്യാവകാശ ധ്വംസനമാണ് ഇത് നടത്തുന്നത്. ശരിക്കും ഞാനൊരു വിക്റ്റിമല്ല, എങ്കിൽ കൂടിയും ഹ്യൂമൻ റൈറ്റ്സിന് ഇത് നേരെയാക്കണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒരു മനസ്സിൽ അവരുടെ ഇതിൽ കിടക്കുക, പക്ഷെ അവർക്കും തൊട്ട് കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ കിട്ടി. ആ ഒറ്റ ഓർഡറിൽ ഞാൻ പിടിച്ചു കയറി. 2 ഫയൽ നിറച്ച് ഇതിൻ്റെ പേപ്പറുകളാണ്. എഴുത്തുകുത്തി, വിവരാവകാശം പ്രകാരം ഇന്നത് എന്ത് ചെയ്ത്. അങ്ങനെ ആദ്യം ഇവർ 2015 ഏപ്രിൽ 7 ഫസ്റ്റ് ഗസറ്റ് അവരാധികാരികമായിട്ട് പ്രസിദ്ധപ്പെടുത്തി. അതായത് ഇത് പ്രസിദ്ധപ്പെടുത്തിയത് ഇവിടുത്തെ സബ്ജക്റ്റ് കമ്മിറ്റിയും കൂടെ ചേർന്നിരുന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്. സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുമ്പം അതിനകത്ത് ഭരണകക്ഷിയുണ്ട്, പ്രതിപക്ഷമുണ്ട്. അപ്പോൾ അവർ നിയമസഭയിൽ ഭരണകക്ഷിയും പ്രതിപക്ഷം കൂടെ ചേർന്നിരുന്നിട്ട് ഈ ഗസറ്റ് വെളിയിലിറങ്ങി. ഇതിൽ ഇവർക്ക് ഡേ കെയർ എന്ന് പറഞ്ഞ് തന്നെ, അല്ലെങ്കിൽ ഇവർക്ക് 1961 ആക്ടിലെ 11ാം വകുപ്പെന്ന് പറഞ്ഞാൽ ഇവരുടെ നോർമൽ ബ്രേക്ക് കൂടാതെ 2 നഴ്സിംഗ് ബ്രേക്ക് കൊടുക്കണമെന്നാണ്. പക്ഷെ അതവർ കൊടുക്കുന്നില്ല. അവർ പറയുന്നിരുന്ന ഡേ കെയർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ വീട്ടിൽ പോയിക്കോട്ടെ. പല അധികാരികളോടും ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഡേ കെയർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, വീട്ടിൽ പോയി പാല് കൊടുത്തോട്ടെ. വീട്ടിൽ പോയി പാല് കൊടുത്താൽ വിവരം അറിയും, തിരിച്ചു വരുമ്പോൾ ജോലി നടക്കില്ല. അപ്പം ഇത് ഡേ കെയർ എന്ന് പറഞ്ഞ് തന്നെ ഇറക്കി ശിശു പരിപാലന കേന്ദ്രങ്ങൾ നടത്തും. IT മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് അതിനകത്ത് ശിശു പരിപാലന കേന്ദ്രങ്ങൾ കൊടുക്കണമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഗസറ്റ് ഇറങ്ങിയാൽ 42 ദിവസം വെയിറ്റ് ചെയ്യണം. കാരണം ആരെങ്കിലും ഒബ്ജക്ഷന് പോയി കഴിഞ്ഞാൽ ഈ ഗസറ്റ് അസാധുവാകും, കേസായി. പിന്നെ അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ റോക്കറ്റ് വിടുന്ന പോലെ ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അപ്പം ഈ തൊഴിൽ വകുപ്പിലെയൊക്കെ എല്ലാവരെയും ഇപ്പം എനിക്കങ്ങ് പരിചയം. കാരണം അവരൊക്കെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത്. ഈ 42 ദിവസവും ഞാൻ വെയിറ്റ് ചെയ്തു. 43ാമത്തെ ദിവസം എനിക്ക് സമ്മാനമായി. കാരണം ആരും ഒബ്ജക്ഷൻ കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവരിത് കണ്ടില്ല, അവർക്ക് ഇതിനൊന്നുള്ള സമയമില്ലല്ലോ. IT മേഖലയിലെ വമ്പന്മാർക്ക് ഈ ഗസറ്റ് ഒന്നും നോക്കാനുള്ള സമയമില്ല. അപ്പം ഞാൻ രക്ഷപ്പെട്ടു. സെക്കൻഡ് ഗസറ്റ് ഇറങ്ങിയത് സെപ്റ്റംബർ 18 2015 സെപ്റ്റംബർ 18. അപ്പം ഇപ്പം 2015 സെപ്റ്റംബർ 18 കഴിഞ്ഞ് ഏകദേശം 1 വർഷമാകാൻ പോകുന്നുണ്ട്. അപ്പം വീണ്ടും ഇവർ അനങ്ങാതിരിക്കുന്നുണ്ടിട്ട് ഞാൻ വീണ്ടും കയറി ഇറങ്ങൽ തുടങ്ങി. അതായത് കഴിഞ്ഞ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് കാലത്ത് വീണ്ടും ഞാൻ കയറി ഇറങ്ങി. എൻ്റെ ജോലി എന്ന് വെച്ചാൽ എന്നും പിന്നെ ഓരോ പരാതിയും കൊണ്ട് പോവുക. കാരണം ഇതുവരെ ഒന്നും നടപ്പാക്കിയില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്.
അത് ഏറ്റവും വിലപ്പെട്ട ഒരു പോയിൻ്റായിരുന്നു. അതായത് ദേ ഷാൽ കം ഇൻ ടു ഫോഴ്സ് അറ്റ് വൺസ്. അതായത് അറ്റ് വൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അറ്റ് വൺസ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, ഉടനെ തന്നെ. ഇവിടെ ഈ 2015 സെപ്റ്റംബർ 18 വന്നിട്ട് അറ്റ് വൺസ് ഇവർക്ക് ഇതുവരെ ആയിട്ടില്ല. ഗവൺമെന്റിന് IT കമ്പനികൾക്ക് ഒന്നും അറ്റ് വൺസ് ഇതുവരെ ആയിട്ടില്ല. ഈ ആ സമയത്തായിരുന്നു എൻ്റെ മോളുടെ പ്രഗ്നൻസി. എനിക്ക് ഡെലിവറി സമയത്ത് അങ്ങോട്ട് പോകേണ്ടി വന്നു, UK പോകേണ്ടി വന്നു. പക്ഷേ എനിക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്ക് എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നു, മനോരമ, മാതൃഭൂമി, കൗമുദി, പിന്നെ എല്ലാത്തിലും എൻ്റെ പടത്തോട് കൂടിയിട്ടുള്ള ഇതൊക്കെ വന്നു. പിള്ളേർ എന്നിലൊരു ആശ അർപ്പിച്ചിരുന്നു. കാരണം ഇപ്പം ഡേ കെയർ വരും, ഇപ്പം ഡേ കെയർ. ഞാൻ അവിടെ ചെന്നിരുന്നിട്ടും എനിക്ക് എന്നും ഫേസ്ബുക്കിലും മെയിലിലും ഇവരുടെ പരാതി വരിക, ആൻറ്റി ഇതുവരെ വന്നില്ലല്ലോ, ഡേ കെയർ ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വീണ്ടും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ ലേബർ കമ്മീഷണർക്കും പിന്നെ ലേബർ കമ്മീഷണറുടെ ഒരു സെക്രട്ടറി ഉണ്ട്, പുള്ളിയെ വിളിക്കും, പുള്ളിയുടെ ഓഫീസിൽ വിളിക്കും, അല്ലാതെ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ വിളിക്കും. ഇങ്ങനെ നിരന്തരം ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം 3-ാം തീയതി വന്ന് 4-ാം തീയതി ഞാൻ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലിരുന്ന് ഇതെല്ലാം അടിച്ച് പരാതി കൊണ്ട് കൊടുക്കലായിരുന്നു എൻ്റെ ജോലി. മനസ്സിലായി? ഈ അമ്മ അപ്പം ചേച്ചിയുടെ വീട്ടിലായിരുന്നു. എന്നിട്ട് വേണം അമ്മച്ചെന്ന് വിളിച്ചോണ്ട് വരാൻ. അപ്പം അങ്ങനെ ഈ ആ 4-ാം തീയതി തൊട്ട് ഇന്ന് വരെ വീണ്ടും ഞാൻ ഇതിന്റെ പുറകിലാണ്. അത്ര നിഗ്ലജൻസ് ആണ് സ്ത്രീകളോട് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് വലിയ കൊട്ടിഘോഷിച്ച് പറയും, പിന്നെ ഇത് ഞാൻ ഗ്യാസിന്റെ മറുവശത്തൂടെ വായിച്ചിട്ടുണ്ട്, മുലപ്പാലാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് എല്ലാവരും മുലപ്പാൽ കൊടുക്കണം അമ്മമാർക്ക്. അപ്പൊ ഈ IT മേഖലയിൽ ഇല്ലെങ്കിൽ കടയിൽ നിൽക്കുന്ന പിള്ളേർക്കും ഒന്നും ആ കുഞ്ഞുങ്ങൾക്കും ബാധകമല്ല. ഇതൊന്ന് പാസ്സാക്കിയാൽ കടയിൽ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാം ഇത് ബാധകമാവും. എന്നുവെച്ചാൽ 20 പെൺകുട്ടികളുള്ള ഏതൊരു സ്ഥാപനത്തിലും 20 പെൺകുട്ടികളില്ലെങ്കിൽ 10 പെൺകുട്ടികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അടുത്ത സ്ഥലത്ത് 10 ആണെങ്കിൽ അവരെയും കൂടെ ചേർത്തിട്ട് ഒരു ഡേ കെയർ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു നിയമമാണിത്. ഇവർക്കിത് പ്രാബല്യത്തിൽ വന്നിട്ട് വേണം എനിക്ക് അടുത്തതിലേക്ക് കടക്കാൻ. കാരണം ഷോപ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് എനിക്ക് ശ്രമിക്കാനായിട്ട്. അതേപോലെ തന്നെ നഴ്സന്മാർക്ക് അവരിത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയാൽ മതി, ഞങ്ങൾ രാത്രിയിലല്ലേ പോണത് നൈറ്റ് ഷിഫ്റ്റിനൊക്കെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ടല്ലേ പോണത്, അപ്പോൾ ഒരു റൂം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ഞങ്ങൾ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തിക്കുള്ളൂ. ഇപ്പം ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ബാലാവകാശത്തിൽ പോയി. അതിനു മുമ്പ് തന്നെ സഖാവ് പിണറായി സഖാവിന് ഞാൻ ഒരു പിന്നെ പരാതി കൊണ്ട് കൊടുത്തു. ലേബർ കമ്മീഷണർക്ക് ഇതുവരെ ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വിവരാവകാശ പ്രകാരം കൊടുത്തു. അതെല്ലാം ഇരിക്കുകയാണ്, കൊറിയറിലൊക്കെ അയച്ചത്. അമ്മയുള്ളതുകൊണ്ട് ഞാൻ കൊറിയറിലാണ് അയച്ചത്. പിന്നെ കമ്പനികളെ ചൂണ്ടിക്കാണിച്ച് തന്നെ കൊടുക്കാൻ പറഞ്ഞു. കമ്പനികളെ ചൂണ്ടിക്കാണിച്ചാണ് കൊടുത്തത്. ടെക്നോ പാർക്കിൽ, ഇൻഫോസിസ്, ഗ്ലോബൽ, IBS, അലയൻസ് കോണിൽ, എങ്ങുമില്ല ഇൻഫോ പാർക്കിൽ, ടാറ്റ കൺസൾട്ടൻസി, എല്ലാം കുറേ എണ്ണത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കാരണം ഇവർ ആക്ഷൻ എടുക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയത് ബാലാവകാശ കമ്മീഷനിലേക്കാണ് പോയത്. അവിടെ എന്നുവെച്ചാൽ ഇത് ബാലാവകാശ നിയമത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് സുന്ദരമായിട്ട് ബാലാവകാശ നിയമത്തിൽ പെടുന്നതാണ്. ബാലാവകാശ കമ്മീഷനിൽ ഞാൻ കൊണ്ട് പരാതി കൊടുത്തു. ഈ പരാതി പ്രകാരം അവർ 4/8/2016 മുമ്പായിട്ട് ഇതിന് മറുപടിക്ക് വേണ്ടിയിട്ട് ലേബർ കമ്മീഷണർ, IT സെക്രട്ടറി, ലേബർ സെക്രട്ടറി, പിന്നെ ടെക്നോ പാർക്ക് CEO, ഇത്രയും പേർക്ക് അവർ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അവർ പറഞ്ഞു എന്നെയും കൂടെ വിളിക്കും, ഇവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞ് എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇത് ജുഡീഷ്യറി പവറുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ചെയ്യും എന്ന് തന്നെയാണ്, ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ പത്രമാധ്യമങ്ങൾ ഇതിനായിട്ട് വെളിയിൽ കൊണ്ടുവരണം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യമുണ്ട്. എൻ്റെ ജീവിത ലക്ഷ്യം ഇതാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതുപോലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുകയാണ് ഞാൻ. കാരണം എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. മക്കളുടെ കാര്യം കഴിഞ്ഞു. 2 മക്കളുണ്ടായിരുന്നു. അവളുടെ കുഞ്ഞിനെ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. പിന്നെ ഹസ്ബൻഡ്, ഞങ്ങൾ 2 പേരുണ്ട്, ഈ അമ്മയുണ്ട്. അപ്പം എനിക്കൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഇത് മാത്രമാണ്. എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ മുലപ്പാലൂട്ടി വളർത്താനുള്ള ഒരു സൗകര്യം ഈ IT കമ്പനികൾ ചെയ്തു കൊടുക്കണം. IT കമ്പനികൾ തന്നെയല്ല, കടകളിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക്, നഴ്സന്മാർക്ക്, ഇങ്ങനെ അവശത അനുഭവിച്ച് വിഷമിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. അതുകൊണ്ട് അത് ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്യുന്നിടം വരെ ഞാൻ റെസ്റ്റില്ലാതെ എൻ്റെ എഴുത്ത് കുറെ പുറകോട്ട് പോയി. അതിലേക്ക് ഇനി അടുത്ത് വരാം. ഇതിപ്പം ഞാൻ 5 പുസ്തകം എഴുതി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ചാൽ എഴുതും ഞാൻ. പക്ഷെ നമുക്ക്
അതിനുള്ള ഒരു സൗകര്യമൊന്നും കിട്ടത്തില്ല. എഴുത്തും വായനയ്ക്കും ഒന്നും ഉള്ള ഒരു സൗകര്യം. പോവുക, കോളേജിൽ പോവുക, പഠിക്കുക. പക്ഷെ എന്നാലും നമുക്ക് എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും മനസ്സിൽ കിടക്കുന്നില്ല. എനിക്കൊരു UP സ്കൂൾ ഉണ്ടായിരുന്നു, പുന്നപ്പറയിൽ. അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പം ആ ലൈബ്രറി കൂടെ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുക അതെന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങൾ വായിച്ച ഒരു കിട്ടുന്നുണ്ട്. അപ്പൊ അതിലാണ് എനിക്ക് എഴുത്ത് തുടങ്ങിയത്. അങ്ങനെ 10-20 വയസ്സൊക്കെ ആയപ്പോൾ കുറച്ച് കഥയും കവിതയൊക്കെ എഴുതി ആരും കാണാതൊക്കെ 10 വെച്ച് കളഞ്ഞ്. ഞാൻ നമ്മള് ഗ്രാമത്തിലാണ്, വെറും സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പുന്നപ്ര സ്കൂള്, പിന്നെ കാക്കാഴി ഹൈസ്കൂള്, പിന്നെ കോളേജ് ST കോളേജ് ആലപ്പുഴ. അതൊക്കെ വെറും സർക്കാർ, പച്ച സർക്കാർ സ്കൂളിൽ. കാരണം അതുകൊണ്ട് മലയാളം ആണ് കൂടുതലും. കാരണം കോളേജ് ചെന്ന് കഴിഞ്ഞാലും ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ കൂടെയാണ് ഇംഗ്ലീഷ് പറഞ്ഞിരുന്നത്. മനസ്സിലായ അങ്ങനെ ഒരു ഇതിലാണ് വളർന്നു വന്നത്. പിന്നെ അപ്പം ഈ എഴുത്ത് വന്നേരം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എഴുത്ത് ഞാൻ വീണ്ടും വായനയായിരുന്നു എനിക്ക് ഏറ്റവും പ്രധാനം. വീണ്ടും ഞാൻ കരിപ്പിടി പിടിച്ച് എടുത്തത് മക്കളുടെ എല്ലാം മക്കളൊക്കെ സെറ്റിലായതിനു ശേഷം കവിതകൾ കൂടെ തുടങ്ങി. പിന്നെ കഥകൾ, നോവല്, യാത്രാ വിവരണം. ഇപ്പം മോളുടെ അടുത്ത് പോയി കഴിഞ്ഞ് മോളുടെ അടുത്ത് ആദ്യം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് ഈ ലണ്ടൻ യാത്ര എഴുതിയത് 2015 പോയി. അത് കഴിഞ്ഞ് ഇപ്പം പോയപ്പോഴും മാധ്യമക്കാർക്കൊരു മലർവാടി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുങ്ങളുടെ മാസികയുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുക വീണ്ടും ലണ്ടൻ യാത്ര എഴുതി കൊടുക്കണം, കഥകൾ എഴുതി കൊടുക്കണം. അങ്ങനെ അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് ഈ സുന്ദരിപ്പഴ എന്ന് പറഞ്ഞ ഈ ബാലസാഹിത്യം പൂർണ്ണ പബ്ലിക്കേഷൻ കോഴിക്കോട് പബ്ലിഷ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയത് ഈ പവർക്കട്ട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ പവർക്കട്ട് എന്ന് പറയുന്ന ഇതിലെ ഒരു കഥയാണ്. ഇത് എഴുതി കഴിഞ്ഞാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എഴുത്തുകാരിയായെന്ന് പറയാം. കാരണം ഈ പവർക്കട്ട് എന്ന് പറഞ്ഞ കഥ പച്ച സോഫ്റ്റ്വെയറിൽ നടക്കുന്ന പച്ച കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പവർക്കട്ടിൽ. അത് വായിച്ചിട്ട് ഒരുപാട് പിള്ളേർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ ഒരു മോനുള്ള ഒരു അമ്മയാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നാണ് ഈ കഥ എഴുതിയത്. മനസ്സിലായി? പിള്ളേർ പോയി കഴിയുമ്പം ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ചോദിക്കാം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കും. അപ്പോഴാണ് ഇവിടെയൊക്കെ ഇത്ര ഒരു നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മാസികക്കാര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഒരു ജേർണലിസ്റ്റിനോട് ചോദിച്ചാൽ പറഞ്ഞു IT കാര്യങ്ങൾ അറിയണമെങ്കിൽ കുസുമമാർ പുന്നപ്ര സമീപിച്ചാൽ മതി, അല്ലാണ്ട് കേരളത്തിൽ ആരുമില്ല. സത്യം. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്ത് അപ്പോഴപ്പോഴേ നോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചത്. അപ്പം ഇപ്പം 5 പുസ്തകം ഞാൻ എഴുതി കഴിഞ്ഞു. ഒരു നോവല്, പിന്നെ 3 ബാലസാഹിത്യം, ഒരു ഷോർട്ട് സ്റ്റോറി. ഇപ്പം 2 ബാലസാഹിത്യം പുറപാതിൽ റെഡിയായി. പിന്നെ ഒരു നോവല് പണിപ്പുരയിലാണ്. എല്ലാത്തിനും സമയം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ്. എപ്പോഴാണ് കൂടുതലും എഴുതാൻ രാത്രി സമയം എടുക്കുന്നത്. രാത്രി സമയമാണ് എടുക്കുന്നത്, അല്ലാതെ സമയം കിട്ടത്തില്ല. രാത്രി സമയമാണ് എഴുതാൻ എടുക്കുന്നത്. പിന്നെ ഇപ്പൊ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കുന്നതുകൊണ്ട് പ്രായമാണ്. പിന്നെ ഇപ്പൊ മോളും കുഞ്ഞുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടേ ഞാൻ എഴുതാനിരിക്കത്തുള്ളൂ. അല്ലാണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് ഹസ്ബൻഡിന്റെ ഒക്കെ അനുവാദത്തോട് അല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് അല്ലാതെ പോകാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഈ ടെക്നോ പാർക്കിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വേറെ എന്തെങ്കിലും മാം സമൂഹത്തിൽ അടുത്തതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ 96 വർഷം ജീവിച്ച ഒരു സ്ഥലത്തുനിന്ന് അമ്മയെ ഞാനിപ്പോൾ പറിച്ചു നടുക ചെയ്തിരിക്കുന്നു. അതിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമാണ്. കാരണം അമ്മയ്ക്ക് തിരിച്ച് ആ സ്ഥലത്തോട്ട് പോകണമെന്ന് പറയുന്നത് എനിക്ക് കൊണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാ സമൂഹത്തിലും നടക്കുന്നത് പോലെ അമ്മമാരെ ആർക്കും വേണ്ട. അപ്പം എൻ്റെ സഹോദരി ആണെങ്കിൽ പോലും ഞാനത് തുറന്ന് പറയുകയാണ്. ഈ അമ്മയുടെ കുടുംബമെല്ലാം അവർക്കാണ് കൊടുത്തത്. കാരണം ഞാനിവിടാണ്, മൂത്ത സഹോദരി വേറെ കായംകുളത്താണ്. അപ്പം അമ്മയ്ക്ക് കുടുംബം എല്ലാം കൊടുത്ത്, അമ്മയുടെ കുടുംബം എല്ലാം കൊടുത്ത് അമ്മ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുമെന്നൊക്കെയാണ് അച്ഛൻ ധാരണയിലാണ് വെച്ചത്. പക്ഷെ അത് അമ്മയ്ക്ക് നടന്നില്ല. അവരവരുടെ മോൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തു. അമ്മ അവർക്ക് അവിടെ താമസിപ്പിക്കാനായിട്ട് ഇത്ര ഓർമ്മയൊക്കെ കുറഞ്ഞതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായി. അമ്മയുടെ ഒരു കൈ ഒടിഞ്ഞു. അതോടുകൂടി പ്രശ്നമായി. ഇതെനിക്ക് തുറന്നു പറയുന്നതിൽ എനിക്ക് നാണക്കേടില്ല. കാരണം ഈ സമൂഹത്തിൽ നടക്കുന്നൊന്നും ആരും തുറന്നു പറയാറില്ല. ഈ തൊണ്ട പഴുത്താൽ അങ്ങ് ഇറക്കുക എന്നുള്ള ഒരു ഇതാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന് അങ്ങനെ ഞാൻ അമ്മ അവിടെ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അമ്മയ്ക്ക് പക്ഷെ എന്നും അമ്മ പറയും, അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മ കുറവുണ്ട്. എന്നും അമ്മ പറയുന്നത് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് എന്നെ എൻ്റെ വീട്ടിൽ കൊടുക്കുക. എനിക്ക് അവിടെ ഞാൻ നട്ട മരങ്ങളുണ്ട്, ഞാൻ നട്ട വാഴയുണ്ട്, ഞാൻ നട്ട തെങ്ങുണ്ട്, അതൊക്കെ എനിക്ക് കാണാൻ പറ്റുമല്ലോ.
ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനില്ല. അപ്പം എൻ്റെ അടുത്ത ലക്ഷ്യം ഞങ്ങളൊരു ചെറിയൊരു സംഘടന രൂപീകരിച്ചു. അതായത് സീനിയർ സിറ്റിസൺ അന്തിവേൽ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2007 ഒരു മെയിൻ്റനൻസ് സൈറ്റ് ഉണ്ട്. ആ പുസ്തകം എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ ആ മെയിൻ്റനൻസ് സൈറ്റ് നടപ്പാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ വന്ന അമ്മയെ പോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ട്, അവർക്കൊന്നും ഇങ്ങനെ വരേണ്ട കാര്യം വരത്തില്ല. കാരണം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ സാമൂഹ്യ പ്രവർത്തകരായവരെ ഉൾപ്പെടുത്തുകയും അവരെ ഒരു മാസത്തിലൊരിക്കൽ ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ചെന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ നോക്കുകയും അവരുടെ പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്യുകയും അത് സോൾവ് ചെയ്യാനായിട്ട് ആ വീട്ടുകാരിൽ സമ്മർദ്ദം ചെലുത്തുകയും എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ലെങ്കിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സമൂഹം വളരെ നല്ലതാണ്. കാരണം എല്ലാവരും വിചാരിക്കും ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഈ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ഇത് വരും. അപ്പം എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നടപ്പാക്കി കഴിഞ്ഞു, ഈ വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടെ ആണ് എൻ്റെ. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ പലരും ഈ പറയുന്ന മാതിരി മാമിനെ പോലെ ഇപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായി. എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി? അവരവരുടെ വീടുകളിൽ തന്നെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ കേസിനും വഴക്കിനും പോകണം. എനിക്ക് കേസിനും വഴക്കിനും ഒന്നും പോകാൻ താല്പര്യമില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറയാം, അമ്മേ ഇവിടെ ഒന്നിനും, പക്ഷെ ഇവിടെ എനിക്ക് ഒന്നിനും കുറവില്ലടി, പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അതല്ലയോ, അവിടെ എനിക്ക് പോകാൻ പറ്റത്തില്ലേ? ആ ചോദ്യം എൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യമാണ്. മനസ്സിലായോ? എനിക്കതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർ ഇവിടെ ഉണ്ട്. അതിന് ഗവൺമെന്റ് തലത്തിൽ സത്വര ശ്രദ്ധ കൊടുക്കണം. അതാണ് വേണ്ടിയത് ഇവിടെ. ഇല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ഗതി ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായി? ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 മക്കളാണ്. ഇപ്പം അവളെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടു. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ തൊഴിൽ കൾച്ചർ മോശമായതുകൊണ്ടാണ് വിട്ടത്. അവിടെ പോയി അവർ സുഖമായിട്ട് ജീവിക്കുന്നു. കാരണം ഞാൻ കണ്ടു, അനുഭവിച്ചു. അവിടുത്തെ അവിടെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സായിപ്പിന്റെ നാട്ടില് മക്കളെ അച്ഛനന്മാരെയും അമ്മമാരെയും നോക്കത്തില്ല. ശുദ്ധ അബദ്ധമാണ് നമ്മൾ ആ ധരിച്ചു വെച്ചത്. കാരണം ഈ മോള് ഞങ്ങളെ കൊണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യൻ കടയിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാ മേശയുടെ ചുറ്റിനും ഇങ്ങനെ കുറേ വയസ്സായ സായിപ്പ് അമ്മ അച്ഛന് കുറേ കുഞ്ഞു മക്കൾ ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മക്കൾ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ട്? അപ്പോൾ പറഞ്ഞു, അമ്മ ഇവിടെ അതല്ല, ഇന്ന് അവരുടെ പേരൻസ് ഡേ ആണ്. ഞാൻ ചോദിച്ചു, അതെന്തോ? അത് സൺഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർ എവിടെ ഇരുന്നാലും മക്കൾ ചെന്ന് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന് അവരെ ഇതുപോലെ ഭക്ഷണമൊക്കെ മേടിച്ച് ഇഷ്ട ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചുണ്ടാക്കും. നമുക്കത് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കൾച്ചർ എല്ലാം നമ്മൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആ ഏതെങ്കിലും ഒരു വീടുകളിൽ ഈ വയസ്സായ അമ്മമാരെ കൊണ്ട് വെളിയിൽ പോകുന്നുണ്ടോ? ഇല്ല. അവർക്കൊരു മുറി കാണും, ആ മുറിയിൽ അവർ കഴിഞ്ഞോണം, അല്ലേ? കഴിയുന്നതും ഗസ്റ്റുകൾ വന്നാൽ പോലും അവരെ വെളിയിലോട്ട് ഇറക്കത്തില്ല. അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, ഇത് എനിക്കൊരു പുതിയ അറിവാണല്ലോ എന്ന് വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല ഇവിടുത്തെ കൾച്ചർ. ഇവിടെ ഇങ്ങനെയാണ്. കൂടി വന്നാൽ സായിപ്പിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റോഡ്, അത് സത്യമാണ്, ഞാനും കണ്ടു, റോഡിൽ നിന്ന് അവരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമായിരിക്കും. അല്ലാണ്ട് അവർ അതിനെ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിലിട്ട് പീഡിപ്പിച്ചിട്ട് ദൂരോട്ട് എറിയുമല്ല ചെയ്യുന്നത്. ആ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു മോള്. അതുകൊണ്ട് അവർ അങ്ങനെയുള്ള ഒരു ലൈഫാണ് അവർ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായി? ഇവിടുന്ന് പോയ ഈ കുട്ടികളൊന്നും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന അവരൊന്നും തിരിച്ചിങ്ങോട്ട് വരത്തില്ല. കാരണം അവർക്ക് 10 തൊട്ട് 5 വരെ, ഇല്ലെങ്കിൽ 9 തൊട്ട് 5 വരെ, ഇല്ലെങ്കിൽ 6 വരെ ജോലി ചെയ്താൽ മതി. വേണമെങ്കിൽ വർക്ക് അറ്റ് ഹോം എത്ര ദിവസം കിട്ടും. മനസ്സിലായോ? പിന്നെ അവര് തന്നെ ചോദിക്കുന്നത്, ബോസന്മാര് തന്നെ ചോദിക്കുന്നത്, നാളെ സാറ്റർഡേ സൺഡേ എന്താണ് നിങ്ങളുടെ എൻജോയ്മെന്റ് പ്രോഗ്രാം? മനസ്സിലായി? അതിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് അവധി ദിവസം ആഘോഷിക്കാനും, അല്ലാണ്ട് ഇവിടെ അവധി ദിവസം കൂടെ അവർ പിള്ളേരിന്ന് പണി ചെയ്യുകയല്ലേ. അപ്പൊ അങ്ങനെ ഈ ഒരു വൃദ്ധരുടെ ഞാൻ ഇപ്പൊ സംസാരിക്കാനും ഇതിനൊക്കെയുള്ള ഇതുണ്ട്. ഈശോടെ കഴിയുമ്പോൾ എൻ്റെ ഈ സ്റ്റേജ് അങ്ങ് മാറത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള ഒരു സമൂഹം ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പൊ തന്നെ ഇവിടെ 50% മേളില് അച്ഛനമ്മമാര് മാത്രമായിട്ട് ഇരിക്കുന്നത്. എത്രയോ ലക്ഷം, 50 ലക്ഷത്തിന് മേളില് വൃദ്ധരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നഗരങ്ങളിൽ കൂടുതലും വന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞാൽ എനിക്ക് അതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്.
അത് ഈശ്വരൻ സഹായിക്കുവാണെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കും. അതിനാണ് ഈ ഒരു സംഘടന തന്നെ രൂപീകരിച്ചത്. പിന്നെ ഈ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരുപാട് പേര് എനിക്ക് പിന്തുണന്നു. കാരണം പിന്നെ വ്യക്തികളായിട്ട് വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ബാങ്കിൻ്റെ സംഘടനകൾ, പിന്നെ അല്ലാതെ പത്രമാധ്യമങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് സപ്പോർട്ട് തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇല്ലെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു നിയമം ഉണ്ടാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ ആൾക്കാരോട് പറയുന്നു, ഒരു സ്ത്രീ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും, മനസ്സിലായോ? കാരണം സപ്പോർട്ടോടുകൂടി ഇറങ്ങിത്തിരിക്കണം. അതിന് ഇവിടുത്തെ പെണ്ണുങ്ങളാരും ഇറങ്ങിത്തിരിക്കാൻ ഇച്ചിരി പുറകിലോട്ടാണ്. മാഡത്തിൻ്റെ ഇനി മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഇനിയും ഒരുപാട് കഥകളും ഞങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ശരി, കൗമുദി ചാനലിനോട് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഇവിടെ ഇത്രയും ഒരു ഇൻ്റർവ്യൂ എനിക്ക് തന്നതിൽ സന്തോഷം.